ചെമ്മനീർ പൂവിൻ്റെ നാളത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. സച്ചി രേവതിയും ടെറസിലെ ടെൻറ്റിൽ ഭയങ്കര സന്തോഷമായിട്ട് അവർ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അച്ഛമ്മ വന്നിട്ട് നമ്മളുടെ രവിയേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എല്ലാവരും പുതുതായിട്ട് കല്യാണം കഴിഞ്ഞവർ തന്നെയല്ലേ, പിന്നെ സച്ചി രേവതി മാത്രം ടെറസിൽ ഇങ്ങനെ എന്നും കിടക്കുന്നത് ഓർക്കുമ്പോഴേ എനിക്ക് നല്ല സങ്കടം ഉണ്ടടാ രവി. നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണ്ടേ, അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു റൂം കിട്ടിയാലോ ടെറസിൽ. അപ്പോൾ ഇങ്ങനെ രവിയേട്ടൻ പറയുന്നുണ്ട്, ആ അമ്മ അത് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു, ഞാനും ഇങ്ങനെ ഒരു റൂം കിട്ടുന്നതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരൊരു റൂം കെട്ടാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ചന്ദ്രമതി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം ഇല്ലയെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അച്ഛമ്മ ചന്ദ്രമതിനെ നല്ല രീതിയിൽ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് രവിയേട്ടനും അച്ഛമ്മയും കൂടി ഇത് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരു റൂം കെട്ടാന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരുടെ അടുത്തും അഭിപ്രായമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഒരു റൂം മാത്രം ആക്കേണ്ട, ഒരു ഹോളും കിച്ചണും എല്ലാം കൂടി ആയിട്ട് ഒരു വലിയ ഫ്ലോർ തന്നെ നമുക്ക് കെട്ടാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും റൂം കിട്ടുമ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂം വേണമെന്ന് പറയാം. സച്ചിൻ രേവതിയും പറയുന്നുണ്ട്, നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മളുടെ പൈസയ്ക്ക് അനുസരിച്ചിട്ട് കെട്ടിയാൽ മതി എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി പറയുന്നത്, വർഷ പറഞ്ഞത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ, നമുക്കൊരു വലിയ ഫ്ലോറായിട്ട് തന്നെ ഇങ്ങനെ കെട്ടാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ചെയ്തു തരാം, അച്ഛൻ നേരത്തെ പറഞ്ഞതല്ലേ അവിടെ ഒരു റൂം കെട്ടിത്തരാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി അതിനെ എതിർക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ വർഷയുടെ അച്ഛനൊന്നും റൂം കെട്ടിത്തരണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ രവിയേട്ടനും പറയുന്നുണ്ട്, അതൊന്നും വേണ്ട മോളെ വർഷേ, നിൻ്റെ അച്ഛൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു റൂമോ അങ്ങനെ എന്തെങ്കിലും കെട്ടിത്തന്നു കഴിഞ്ഞാൽ ഭാവിയിൽ അത് വേറെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ അത് റൂം കെട്ടാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല റൂമൊക്കെ കെട്ടാം, അതിനുള്ള പൈസ എവിടെ നിന്നാ വെച്ചാൽ. പൈസയുടെ കാര്യം ഓർത്തൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ആരും ഒന്നും തരുകയും വേണ്ട, എൻ്റെ പെൻഷൻ കാശിൽ നിന്ന് ഞാൻ ലോൺ എടുത്തിട്ട് തന്നെ ഒരു റൂം വെച്ചോളാം എന്ന് പറയാം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് ഇത് സങ്കടമാവുന്നുണ്ട്. എന്തായാലും അച്ഛൻ്റെ പെൻഷൻ കാശിൽ നിന്നൊന്നും ഇനി ലോൺ എടുക്കണ്ട, ഓൾറെഡി നമ്മൾ കുറച്ച് ലോണൊക്കെ അടയ്ക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇനി അതൊന്നും വേണ്ട അച്ഛാന്ന് പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ അച്ഛമ്മയും പറയുന്നുണ്ട്, രവി എന്തായാലും നിൻ്റെ പെൻഷൻ കാശിൽ നിന്ന് എന്തായാലും ലോൺ എടുക്കണ്ട, അത് സച്ചി പറഞ്ഞത് ശരി തന്നെയാണ്. ഒരു കാര്യം ചെയ്യാം, മൂന്ന് പേരും ഇപ്പോൾ എന്തായാലും ജോലിയൊക്കെ ഉണ്ടല്ലോ, അവർ നല്ല രീതിയിൽ സമ്പാദിക്കട്ടെ, എന്നിട്ട് അവർ തന്നെ ഒരു റൂം കെട്ടുമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അന്നേരം രവിയോട് ചോദിക്കുന്നുണ്ട്, അതുവരെ നിങ്ങൾ ഹോളിലും ഇങ്ങനെ ടെറസിലും ഒക്കെ കിടക്കണ്ടേ അമ്മയെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ അച്ഛമ്മ പറയുന്നുണ്ട്, അതിനൊരു ഐഡിയ ഉണ്ട്, അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തരാമെന്ന് പറയാം കേട്ടോ. അതായത് ഒരാഴ്ച ഇപ്പം സച്ചി രേവതിയാണ് ടെറസിൽ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ശ്രുതിയും ടെറസിൽ കിടക്കണം, സച്ചി രേവതിയും വന്ന് അവരുടെ റൂമിൽ കിടക്കണം. പിന്നെ വീണ്ടും അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ശ്രീകാന്ത് വർഷയും ടെറസിൽ കിടക്കണം, അവരുടെ റൂമിൽ വന്നിട്ട് ശ്രുതിയും കിടക്കും. അങ്ങനെ മൂന്ന് പേരും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം, അപ്പം എല്ലാവർക്കും ഒരുപോലെ തന്നെ ആവും, ഒരാൾ തന്നെ ടെറസിൽ ഇങ്ങനെ കിടക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ വരാനിരിക്കുന്നത്.